നമുക്കൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി നോക്കിയാലോ? അപ്പോൾ ഇതൊരു റെസിപ്പി മാത്രമല്ല കേട്ടോ, ഇതിന് ഞാൻ മനസ്സിലാക്കിയ 1-2 കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇതാണോ കറക്റ്റ് എന്നൊന്നും എനിക്കറിയില്ല, അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉള്ളിയും തക്കാളിയും കുറച്ച് പച്ചമുളകും മല്ലിയിലയും പിന്നെ കുറച്ച് മുളക് പൊടി, പെപ്പറും സോൾട്ടും ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പാനിൽ കുറച്ച് ബട്ടറും ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാക്കിയെടുക്കാം. ചൂടായ ശേഷം നമുക്കതിലേക്ക് ഈ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബ്രെഡ് വെച്ച് കൊടുക്കാം. 2 ബ്രെഡ് 2 സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ഞാൻ ആദ്യമേ തടവി കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് മറിച്ചിടണം. എൻ്റെ പൊന്നോ, ഇത് മറിക്കാനാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇത് മറിക്കാൻ എന്തെങ്കിലും ട്രിക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏറ്റവും വലിയ ടാസ്ക് അതാണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചീസ് വെച്ചിട്ട് ഞാനിത് 2 പാർട്ടാക്കി ഇങ്ങനെ മടക്കിയപ്പോഴാണ് ഞാൻ ആ കാഴ്ച കണ്ടത്. ബ്രെഡെല്ലാം കരിഞ്ഞിരിക്കുകയാണ്. ഇതെന്താണ്, ഞാൻ ഫാസ്റ്റ് തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഞാൻ രണ്ടാമത്തത് ട്രൈ ചെയ്യുകയാണ്. രണ്ടാമതും മറിച്ചിട്ടു. ഇതുവരെ കറക്റ്റായിരുന്നു. വീണ്ടും ചീസിൻ്റെ സ്ലൈസ് വെച്ചു. എന്നിട്ട് നമ്മൾ മറിച്ചിട്ടപ്പോൾ മറിക്കാൻ അത് ഞാൻ പെട്ടെന്ന് ചെയ്തു. ഇനി സമയം കൂടുന്നതുകൊണ്ടാണോ കരയണേന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാൻ നേരത്തെ അപ്പോഴേക്ക് ഫോണിൻ്റെ സ്റ്റാൻഡ് ചാടിപ്പോയി. കണ്ടോ, പ്രകൃതി വരെ എനിക്കെതിരായിട്ടാണ് അന്നേരം പ്രവർത്തിച്ചത്. എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നി ഇനി ബ്രെഡിൻ്റെ മുകളിൽ ബട്ടർ തേക്കുന്നത് കൊണ്ടാണോ ഇങ്ങനെ കരയണേന്ന് വെച്ച് ഞാൻ 3rd ടൈമിൽ ബട്ടർ തേക്കാതെ ചെയ്തു. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടി. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ബ്രെഡിൽ ബട്ടർ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയുമെന്നാണ്. വിത്തിൻ സെക്കൻഡ്സ് നമ്മളെന്തോ ചെയ്യണം, നമുക്ക് എന്തായാലും അത്ര ടൈമില്ലല്ലോ. സോ ബട്ടർ തേക്കാതെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സാധനം കിട്ടും. സോ എല്ലാവരും മസ്റ്റ് ട്രൈ ആണ്, അടിപൊളി ടേസ്റ്റാണ്.